ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന കവിതയും അതുമായി ബന്ധപ്പെട്ടുള്ള മലയാളം മീനിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അല്ലെ. അപ്പോൾ ദിസ് പോയം ടോക്സ് അബൌട്ട് ആൻ എയ്റോപ്ലെയിൻ. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ആൻ എയ്റോപ്ലെയിൻ ഫ്ലൈസ് ഹൈ ഇൻ ദ സ്കൈ ആൻഡ് ദെൻ കംസ് ഡൗൺ സ്മൂത്ത്ലി ടു ദ ഗ്രൗണ്ട്. ഈ കവിത ഒരു വിമാനത്തെ കുറിച്ചാണ് അല്ലെ. ഒരു വിമാനം എങ്ങനെയാണ് ആകാശത്തേക്ക് ഉയർന്നു പറന്ന് പിന്നീട് അനായാസമായി നിലത്തിറങ്ങുന്നത് എന്ന് അത് വിവരിക്കുന്ന ഒരു കവിതയാണ് ഇവിടെ. ദ എയ്റോപ്ലെയിൻ, വിമാനം. ലുക്ക് അറ്റ് ദ എയ്റോപ്ലെയിൻ അല്ലെ. എന്താണ്? നിങ്ങൾ വിമാനത്തെ നോക്കൂ. അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്ത് അല്ലെ, ഉയരെയുള്ള ആകാശത്ത്. സീൻസ് ലൈക്ക് എ ഗെയിൻഡ് ലാർക്ക് സോറിംഗ് ഓൺ ഹൈ അല്ലെ. എന്താണ്? സീൻസ് ഒരു ഭീമൻ വാനമ്പാടിയെ പോലെ അല്ലെ. ലൈക്ക് എ ജയന്റ് ലാർക്ക്, വാനമ്പാടി അല്ലെ. ജയന്റ് ലാർക്ക് എന്ന് പറഞ്ഞാൽ ഭീമൻ വാനമ്പാടി അല്ലെ. ഒരു ഭീമൻ വാനമ്പാടിയെ പോലെ ഉയർന്നു പറക്കുന്നു അല്ലെ. സോറിംഗ് ഓൺ ഹൈ. സോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നു പറക്കുക അല്ലെ. അപ്പോ വിമാനത്തെ നോക്കൂ, ആകാശത്ത് ഉയരെ ഒരു ഭീമൻ വാനമ്പാടിയെ പോലെ ഉയർന്നു പറക്കുന്നു. അടുത്ത സ്റ്റാൻസ, see on its outspread wing. എന്താണ്? നോക്കൂ, see അല്ലെ, നോക്കൂ അതിന്റെ വിടർന്ന ചിറകിൽ അല്ലെ. ഔട്ട്സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിടർന്ന ചിറക് അല്ലെ. വിടർന്ന ചിറകിൽ ഫ്ലാഷ്ഡ് ദ ലൈറ്റ്. എന്താ ചെയ്യുന്നത്? പ്രകാശം മിന്നുന്നു. Thus sights the pilot brave. അതിന്റെ പറക്കലിനെ നയിച്ചിട്ട് ഗൈഡിങ് ഇറ്റ്സ് ഫ്ലൈറ്റ്. എന്താണ്? അതിന്റെ പറക്കലിനെ നയിച്ചിട്ട് ധീരനായ പൈലറ്റ് ഉള്ളിലിരിക്കുകയാണ് അല്ലെ. ആരാണ് വിമാനം ഓടിക്കുന്നത്? പൈലറ്റ് ആണ് അല്ലെ. ആ പൈലറ്റിന്റെ ധീരത അല്ലെ, ആ പറക്കലിനെ നയിച്ചുകൊണ്ട് ആ ധീരനായ പൈലറ്റ് ഉള്ളിലിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഹാർക്ക് വാട്ട് എ വൈറിംഗ് സോങ് കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. എന്താണ്? കേൾക്കൂ, എന്ത് മുരളൻ ഗാനമാണ് അല്ലെ. വയറിംഗ് സോങ് എന്ന് പറഞ്ഞാൽ മുരളൽ ഗാനമാണ്. കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അല്ലെ. കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട് അല്ലെ, അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. പുർ ഓഫ് ദ എൻജിൻ. എൻജിന്റെ പേരെന്താണ്? ശബ്ദം അല്ലെ. ഇറ്റ്സ് ഓൺലി നോട്ട്, അതിന്റെ ഒരേ ഒരു ശബ്ദം അല്ലെ. എൻജിന്റെ പേരല്ല, എൻജിന്റെ എന്നുള്ള ആ സൗണ്ട് അല്ലെ, ആ ഒരു ശബ്ദം, അതിന്റെ ഒരേ ഒരു സ്വരം മാത്രമാണത്. നൗ, ഇപ്പോൾ. ഹൈ ആൻഡ് ഹയർ യെറ്റ്. എന്താണ്? ഇപ്പോൾ ഉയർന്ന് അപ്വേർഡ് ഇറ്റ് ഗോസ്, അത് പിന്നെയും മുകളിലേക്ക് പോകുന്നു. ടിൽ ബട്ട് എ ടിനി സ്പീക്ക്. എന്താണ്? ആകാശത്ത് ഒരു ചെറു ബിന്ദുവായിട്ട് ഗെയിൻസ് ഹെവൻ ഇറ്റ് ഷോസ്. എന്താണ്? അത് പിന്നെയും മുകളിലേക്ക് പോവാണ്. എന്ത്? ആകാശത്ത് ഒരു ചെറു ബിന്ദുവായിട്ട് കാണുന്നത് വരെ അതങ്ങനെ ഉയർന്ന് പറക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻസ, ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ ബിഗ് ആസ് ബിഫോർ. ഇതാ അത് വീണ്ടും എത്തി അല്ലെ. ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ, വീണ്ടും എത്തി. ബിഗ് ആസ് ബിഫോർ, മുമ്പത്തെ പോലെ വലുതായി. ഗ്രേസ്ഫുള്ളി ഗ്ലിഡിങ് ഡൗൺ, അനായാസം താഴേക്ക് ഉയർന്നിറങ്ങി. ടു എർത്ത് വൺസ് മോർ, ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് അല്ലെ. അപ്പൊ വിമാനം തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു കാര്യമാണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇതിലെ ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്നത് എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിമാനം. ഗിയൻ ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭീമൻ വാനമ്പാടി. സോറിംഗ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പറക്കുന്നു. ഇനി സ്റ്റാൻസ 2 ഫ്ലാഷ്ഡ്, ഹിയർ തിളങ്ങുന്നു. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യശാലിയായി. ഗൈഡിങ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാൻസ 3 ഹാർക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രദ്ധിക്കുക. വെറിംഗ് എന്ന് പറഞ്ഞാൽ മൂളൽ, ശബ്ദം. സ്റ്റാൻസ 4 അപ്വേർഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ബിന്ദു. ഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേൺ ഫ്രം ഓഫ് എഗെയിൻസ്റ്റ്. ഇനി സ്റ്റാൻസ 5 ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ മനോഹരമായി. ഗ്ലിഡിങ് എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങുന്നു. ഇതൊക്കെ ഈ ഒരു പാഠഭാഗത്തുള്ള പുതിയ ന്യൂ വേർഡ്സ് ആണ് കേട്ടോ.
ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നോക്കാം. ആദ്യം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറയുന്നത്. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എയ്റോപ്ലെയിൻ ഇൻ ദ പോയം കമ്പയർഡ് ടു? അതായത് കവിതയിലെ വിമാനത്തെ എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? അല്ലെ, ഏതാണ്? ദ എയ്റോപ്ലെയിൻ ഈസ് കമ്പയർഡ് ടു എ ഗെയിൻഡ് ലാർക്ക്. അല്ലെ, ഭീമമായ വാനമ്പാടിയോടാണ്. അല്ലെ, ഇനി വൈ ഈസ് ദ പൈലറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രേവ്? പൈലറ്റിനെ എന്തുകൊണ്ടാണ് ധീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ദ പൈലറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രേവ് ബിക്കോസ് ഹി കോൺഫിഡന്റ്ലി ഗൈഡ്സ് ദ aeroplane through the sky. Third question, what happens when the aeroplane goes higher and higher? വിമാനം കൂടുതൽ മുകളിലേക്ക് അല്ലെ ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? it becomes a tiny peak against the sky. Fourth question, how does the aeroplane come back to the ground? വിമാനം എങ്ങനെയാണ് നിലത്ത് തിരിച്ചെത്തുന്നത്? The aeroplane glides down gracefully to the ground. Next activity നോക്കാം. Find the lines that tell us about how the aeroplane moves. For example, soaring on high. അല്ലെ, നമ്മൾ ഈ പാഠഭാഗത്ത് നിന്നും എയ്റോപ്ലെയിനിന്റെ മൂവ്സ് എങ്ങനെയൊക്കെയാണ് വരികളിൽ പറയുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, soaring on high. അതുപോലെ ഏതാണ്? guiding its flight, upward it goes, gains heaven it shows, gracefully gliding down. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Activity 2, read the following stanza. Look at the aeroplane up in the sky, seems like a gained lark, soaring on high. ഇവിടെ here the aeroplane is compared to a lark. അല്ലെ, ഇവിടെ എയർപ്ലെയിനെ കുറിച്ചിട്ടുള്ള സ്റ്റാൻസയിൽ കമ്പയർ ചെയ്തിട്ടുള്ളത് ലാർക്കുമായാണ്. ഇനി here the aeroplane is compared to a lark. What other features of a bird can you see in the aeroplane in the poem? Write them down. എന്തൊക്കെയാണ് ഈ പോയത്തിലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? soars upward, അല്ലെ, ഒരു എന്താണ് അതർ ഫീച്ചേഴ്സ്, ബേർഡിന്റെ വേറെ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ലൈനിൽ കാണുന്നത്? soars upward, has wings like a bird, flies high in the sky, glides smoothly through the air, moves with speed. Next, the poem gives a vivid description of an aeroplane. Use the following hints to write about the aeroplane in your own words. അപ്പോൾ ഇവിടെ എയ്റോപ്ലെയിനെ കുറിച്ചിട്ടുള്ള ഒരു വിവിധ തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയം വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്കിംഗ് ലൈക്ക് എ ഗെയിൻ ലാർക്ക്, the pilot guiding the plane, purr of the engine, flying very high, gliding down to earth. നമുക്ക് എങ്ങനെ തുടങ്ങാം? The aeroplane looks like a giant lark, the pilot guiding the plane, purr of the engine, flying very high, gliding down to earth. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. The aeroplane looks like a giant lark. It is soaring high in the sky. The brave pilot guides the plane skillfully. The engine makes a whirring sound, purr as it flies higher and higher. It reaches great highest until it appears as a tiny speck in the sky. Finally, it gracefully glides down to the earth again. അല്ലെ, അപ്പൊ നമ്മൾ തന്നിട്ടുള്ള വരി ഡിസ്ക്രിപ്ഷൻ അല്ലെ വിവരിച്ച് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോവിംഗ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ചു തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇവിടെ ലുക്ക് അറ്റ് ദ എയ്റോപ്ലെയിൻ അപ്പ് ഇൻ ദ സ്കൈ, സീംസ് ലൈക്ക് എ ജിയൻ ലാർക്ക്, സോറിംഗ് ഓൺ ഹൈ. വേർ ഇസ് ദ എയ്റോപ്ലെയിൻ? വിമാനം എവിടെയാണ്? അപ്പ് ഇൻ ദ സ്കൈ. ഹൗ ഇസ് ദ എയ്റോപ്ലെയിൻ മൂവിംഗ്? വിമാനം എങ്ങനെയാണ് ചലിക്കുന്നത്? സോറിംഗ് ഓൺ ഹൈ.
വാട്ട് ഈസ് ദ എയ്റോപ്ലെയിൻ കമ്പയർഡ് ടു? വിമാനത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? എ ജിയൻ ലാർക്ക്. വാട്ട് ഈസ് ലാർക്ക്? ലാർക്ക് എന്നാൽ എന്താണ്? എ സ്മോൾ ബേർഡ് നോൺ ഫോർ ദ ബ്യൂട്ടിഫുൾ സിംഗിങ്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി. ഉപമയ്ക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. സീൻസ് ലൈക്ക് എ ജിയൻ ലാർക്ക്. ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൺ ലൈൻസ്. തന്നിരിക്കുന്ന വരികളിൽ നിന്ന് പ്രാസമുള്ള, അതായത് റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? Seize on its outspread wing, flash in the light, there sits the pilot brave, guiding its flight. ഇതിൽ ഏതൊക്കെയാണ്? ലൈറ്റ്, ഫ്ലൈറ്റ് അല്ലെ? ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിന്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും മലയാളം മീനിങ് ഒക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.